ടെൻഷൻ ഉണ്ടോ കൗണ്ടിങ് നടക്കുമ്പോൾ? ജയിച്ചാലും തോറ്റാലും എനിക്കൊന്നും ടെൻഷനില്ല. ജയിച്ചാലും തോറ്റാലും പ്രശ്നമില്ല. ജയിച്ചാലെങ്കിലും മതി, അല്ലെങ്കിൽ രണ്ടാം സ്ഥാനമെങ്കിലും കിട്ടിയാൽ മതി. അങ്ങനെ ടെൻഷനേ ഇല്ല. ടെൻഷനുണ്ട് ജയിക്കുമ്പോൾ. അതല്ല ഈ തോറ്റാ കരഞ്ഞു പോവും. ജയിച്ചാൽ കണ്ടുകൊണ്ട് പറഞ്ഞു വരും. എന്റെ ജീവനും കൂടിയില്ല. ടെൻഷൻ നല്ലോണം ഉണ്ട്. ഒന്നായിട്ടും ടെൻഷനുണ്ട്. ഇത് എനിക്കുള്ളട അതിനേക്കാൾ നോക്കണ്ട്. ഒന്നുമില്ല, ടെൻഷനുണ്ട്. സംശയം. ടെൻഷനില്ല. ഇന്നിപ്പോ അറിയും റിസൾട്ട്. നാളൊക്കെ മാറ്റി വയ്ക്കുന്നില്ല, എല്ലാം ഇന്ന് ചൂടോടെ. അപ്പൊ ഇലക്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഭംഗിയായി നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ വോട്ടെണ്ണലാണ്. അപ്പൊ വോട്ടിട്ട കുട്ടികളൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. ആരൊക്കെ ജയിക്കുമെന്ന് പറയാൻ പറ്റുമോ? പിന്നെ മുഹമ്മദ് അലി. പറഞ്ഞോ. സ്പോർട്സിന് ദിയാന. ബാലസമാജത്തും സെഹ്റ. ആൺകുട്ടികൾ ആരെങ്കിലും പറഞ്ഞേ, ആര് ജയിക്കും? മുഹമ്മദ് അലി. പിന്നെ വേറെ ആരുമില്ല. ഞാനെങ്കിലും ഉണ്ടോ പറയുന്നത്? ഓരോരുത്തർ ആര് ജയിക്കും? ഓക്കെ, ഇനി പറഞ്ഞോ. സ്പോർട്സ് ക്യാപ്റ്റൻ സയാം. ഇയാൾ പറഞ്ഞു. ആരുമില്ലേ? സയാമോ പറഞ്ഞോ. സ്കൂൾ ക്യാപ്റ്റൻ അൻഷിദാന. ഓക്കെ, ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞോ. സ്കൂൾ ക്യാപ്റ്റൻ വാജി. സ്കൂൾ ക്യാപ്റ്റൻ. ആര് ജയിക്കും? സ്കൂൾ ക്യാപ്റ്റൻ അഞ്ചി. കുട്ടികളൊക്കെ ഫുള്ള് ആവേശത്തിലാണ്. എല്ലാവരും ഇങ്ങനെ ആര് ജയിക്കും, ആര് തോൽക്കും, വിജയികളൊക്കെ അറിയാനൊക്കെ ഭയങ്കര ആകാംക്ഷയോടാണ് കാത്തിരിക്കുന്നത്. അല്പനിമിഷങ്ങൾക്കകം നമ്മുടെ കൗണ്ടിങ് ഇവിടെ ആരംഭിക്കാൻ പോയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും തുടർന്ന് നമുക്ക് ആര് വിജയിച്ചവരെ ആശംസിക്കാനും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനുമാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം. ഏകദേശം ഇലക്ഷൻ വോട്ടിങ്ങൊക്കെ കഴിഞ്ഞു. 95% പോളിംഗ് കൊണ്ട് എല്ലാവരും വളരെ നല്ല രീതിയിൽ വോട്ടിങ്ങിന് പങ്കെടുത്തു. കുട്ടികളെല്ലാവരും വളരെ ആവേശത്തിലാണ്. ഇനി അതിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലേക്കാണ് ഞങ്ങൾ വന്നെത്തിയിരിക്കുന്നത്. കൗണ്ടിംഗ് ആണ് ഇനി ആരംഭിക്കാൻ പോകുന്നത്. അല്പനിമിഷങ്ങൾക്കകം ഇവിടെ കൗണ്ടിംഗ് ആരംഭിക്കുന്നതായിരിക്കും. കുട്ടികളെല്ലാവരും വളരെ പ്രതീക്ഷയിലാണ്. എല്ലാ സ്ഥാനാർത്ഥികളും താൻ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. ഇനി വിധി എഴുതുന്ന നിമിഷത്തിലേക്കാണ് നാം പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് കൗണ്ടിങ്ങിൻ്റെ സജ്ജീകരണങ്ങൾ? ഇവിടെ കൗണ്ടിങ് ഏതൊക്കെ രീതിയിലാണ്, ഏത് രീതിയിലാണ് കൗണ്ടിങ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്? അതിനെക്കുറിച്ചാണ് ഇനി നമുക്കറിയേണ്ടത്. അതിന് നമ്മുടെ മെയിൻ കോർഡിനേറ്ററായ കുഞ്ഞിക്കോയ സാറുണ്ട്. സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് ഇപ്പോൾ കൗണ്ടിങ്ങിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്തിരിക്കുന്നത്? നമ്മൾ 2 കൗണ്ടിങ് ടേബിളിലായിട്ട് ഒരേ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ തന്നെയല്ലേ? എന്ന് പറഞ്ഞാൽ പുറത്ത് തന്നെ, ക്ലാസ് റൂമിനകത്തല്ല, ഇവിടെ പുറത്ത് തന്നെ 2 ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളെ ഭംഗിയോ അതിന് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുറത്ത് തന്നെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ആദ്യം ബാലറ്റ് പേപ്പർ കൊണ്ടുവന്നിട്ട് ബാലറ്റ് പേപ്പർ കൊണ്ടുവന്ന് എത്തിക്കഴിഞ്ഞാൽ അത് നമ്മൾ പൊളിച്ചിട്ട് ഓരോ കാറ്റഗറി എടുത്തിരിക്കും. ഓരോ ഇതിൽ ആദ്യം നമ്മൾ ബാലറ്റ് ബോക്സ് തുറന്നിട്ട് അതിലെ ബാലറ്റുകൾ എടുത്തിട്ട് കാറ്റഗറീസ് നമ്മൾ വേർതിരിക്കും. നമ്മൾ കളർ വൈസ് തന്നെയാണ് ബാലറ്റ് പേപ്പർ. അതിനുവേണ്ടി നമ്മൾ ആ ഒരു സ്കൂൾ ക്യാപ്റ്റൻ, ഹെൽത്ത് അംബാസിഡർ, ഇതേതാണ് സ്പോർട്സ് ക്യാപ്റ്റൻ, ബാലസമാജം. ഓക്കെ, എന്നിട്ട് ബാലറ്റ് പേപ്പർ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ബോയ്സിന്റെയും ഗേൾസിന്റെയും സെപ്പറേറ്റ് ആണല്ലോ. അത് നമ്മൾ ഒന്നിച്ച് കൊണ്ടുവന്നിട്ട് ഓരോ ടേബിളിലേക്ക് നമ്മൾ ബോയ്സിന്റെ ഒന്ന് ഗേൾസിന്റെ നമ്മൾ തിരിച്ച് എന്നിട്ട് അതിൽ നിന്നും ഓരോ ഇതിൽ നിന്നും 25 കെട്ടുകളാക്കും. 25 കെട്ടുകളാക്കി അതെണ്ണും. ഒരേ സമയം തന്നെ 4 കാറ്റഗറികൾ കൗണ്ടിങ് നടന്നുണ്ടാകും. ഒരേ സമയം തന്നെ 4 കാറ്റഗറി 2 ടേബിളിലായിട്ട് 4 കാറ്റഗറിയിൽ കൗണ്ടിങ് നമ്മൾ നടത്തും. ഒരു 2 റൗണ്ട് കഴിയുമ്പോൾ നമ്മൾ റിസൾട്ട് എന്ത് ചെയ്യും, അനൗൺസ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഏതായാലും ഒരു സുതാര്യമായ രീതിയിലുള്ള ഒരു കൗണ്ടിംഗ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കാരണം പൊതു ഏരിയയിൽ വെച്ചിട്ട് നമ്മുടെ സ്കൂളിൻ്റെ മുറ്റത്ത് വെച്ചിട്ട് ബോയ്സിനെയും ഗേൾസിനെയും വേർതിരിച്ച് കുട്ടികളുടെ മുമ്പിൽ നിന്നും തന്നെയാണ് ഇവിടെ കൗണ്ടിംഗ് നടക്കാനിരിക്കുന്നത്, അല്ലാതെ അടച്ചിട്ട റൂമിലല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ സുതാര്യമായ രീതിയിലുള്ള ഒരു ഇലക്ഷനാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇനി അല്പനിമിഷങ്ങൾക്കകം കുട്ടികൾ അവരുടെ വിധി എഴുതാൻ പോവുകയാണ്. ഇനി അടുത്തത് നമ്മുടെ PM ശ്രീ JB സ്കൂൾ ആര് ഭരിക്കും എന്നുള്ളതാണ് കണ്ടിരുന്ന് കാണേണ്ടത്.
കൗണ്ടിങ് ആരംഭിക്കാൻ പോവുകയാണ്. കുട്ടികളെല്ലാവരും റെഡിയല്ലേ? ജയിച്ചാൽ ജാഥക്ക് പോവോ? ജാഥ ഉണ്ടാവോ? കുട്ടികളെല്ലാവരും ആവശ്യത്താണ്. നമ്മുടെ ബാലറ്റ് പെട്ടി ഇപ്പോൾ അല്പ നിമിഷങ്ങൾക്കും ഇപ്പോൾ ഇങ്ങോട്ട് എത്തുന്നതായിരിക്കും. അതെടുക്കാനുള്ള പ്ലാക്കാർഡ്സും ഒക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ബാലറ്റ് പെട്ടിയുമായിട്ട് ഇപ്പോൾ കൊണ്ടുവരുന്നതായിരിക്കും. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ബൂത്ത് നമ്പർ 2, ബൂത്ത് നമ്പർ 1, ശ്രീ JB സ്കൂൾ കിൽത്താനിലെ ഭരണകർത്താക്കൾ ആരായിരിക്കും? അതിന്റെ വിധിയാണ് എഴുതാൻ പോകുന്നത്. ബാലറ്റ് പെട്ടി അതിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് വെക്കാൻ പോവുകയാണ്. കൗണ്ടിങ് ഇപ്പോൾ നടക്കുന്നതായിരിക്കും. ഓക്കെ, 2 സെക്ഷനായിട്ടാണ് ഇവിടെ കൗണ്ടിങ് നടക്കുന്നത്. ബൂത്ത് നമ്പർ 1 ആൻഡ് ബൂത്ത് നമ്പർ 2 രണ്ടിലും ഒരേ സമയം തന്നെയാണ്. ബോയ്സിന്റെയും ഗേൾസിന്റെയും സെപ്പറേറ്റ് കൗണ്ടിങ് ആണ് ഇവിടെ നടക്കുന്നത്. കുട്ടികളൊക്കെ എല്ലാവരും വളരെ ആവേശത്തിലാണ്, ആകാംക്ഷയിലാണ് എല്ലാവരും നിൽക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ച ആൾക്കാർ ജയിക്കുമോ? വളരെ ജോഷിലാണ് കുട്ടികൾ. ഏതായാലും നമുക്ക് കാത്തിരുന്ന് റിസൾട്ട് കാണാം. നമ്മൾ ഉറപ്പുവരുത്തുന്നത് ഇത് സീൽ ചെയ്തിട്ടുണ്ടോ? സീൽ ചെയ്തിട്ടില്ലെങ്കിൽ പൊട്ടിക്കാൻ അനുവദിക്കില്ല. നിങ്ങൾ വളർന്നു വന്ന എം പി ആവില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, പൊട്ടിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അതിലെ ബാലറ്റ് പേപ്പർ കറക്റ്റ് എത്ര ഇട്ടിട്ടുണ്ടോ അത്രയും ഉണ്ടാവണമെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അല്ലാതെ ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. ക്ലിയറായ ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. നമ്മളിവിടെ സെല്ലോ ടാപ്പൊക്കെ വെച്ചിട്ട് സീലാക്കിയാണ് വെച്ചിരിക്കുന്നത്. കുട്ടികളുടെ മുമ്പിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഹെഡ് മാസ്റ്ററാണ് ഇവിടെ പൊട്ടിക്കാൻ പോകുന്നത്. ബാലറ്റ് പെട്ടി പൊട്ടിക്കാൻ പോവുകയാണ് സാറ്. ഓക്കെ സാർ. ഓക്കെ, സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിലാണ് പെട്ടി തുറക്കുന്നത്. ബൂത്ത് നമ്പർ 2 പെട്ടിയാണ് ആദ്യമായി ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, തുറന്നിരിക്കുകയാണ്. ബൂത്ത് നമ്പർ 2 പെട്ടി തുറന്നിരിക്കുകയാണ്. സ്ഥാനാർത്ഥികൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? വോട്ട് ബാലറ്റ് പേപ്പറൊക്കെ അല്ലേ അതിൽ? ഓക്കെ, ചെക്കഡ്. ഓക്കെ, ഇനി ബൂത്ത് നമ്പർ 1 പെട്ടി പൊട്ടിക്കാൻ പോവുകയാണ് സാർ, പ്ലീസ്. ബൂത്ത് നമ്പർ 1 പെട്ടിയും തുറന്നിരിക്കുന്നു. സ്ഥാനാർത്ഥികൾ ചെക്ക് ചെയ്യുന്നു. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ ആണോ? പെട്ടിയിലെല്ലാം എന്തെങ്കിലും അതൃപ്തി ഉണ്ടോ? എല്ലാം ഓക്കെയാണ്. ഓക്കെ, സെറ്റാണ്. സ്ഥാനാർത്ഥികളൊക്കെ ചെക്ക് ചെയ്ത് ഓക്കെ ആയി. ഇതാ അവിടെ സോർട്ട് ചെയ്യാൻ തുടങ്ങി. ക്യാമറ ഒന്ന് അടുത്തേക്ക് വരും. അവിടെ സോർട്ട് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ കാഴ്ചകളും കൂടി ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. ഓരോ തസ്തികയിലേക്കുള്ള ബാലറ്റ് പേപ്പറുകൾ സെപ്പറേറ്റുകൾ മാറ്റിയിട്ട് സോർട്ട് ചെയ്തുകൊണ്ട് ഓരോ ബോക്സിലേക്ക് മാറ്റിയിടുകയാണ്. സോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഭയങ്കര ഗൗരവത്തിൽ തന്നെയാണ്. കോമൺ ഏരിയയിൽ ഇത് അത്രയും കുട്ടികൾ ഇവിടെ നിൽക്കുകയാണ്. എല്ലാവരും ഉണ്ട്. എല്ലാ കുട്ടികളുടെ മുമ്പിൽ വെച്ച് തന്നെ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിലാണ് പെട്ടി ഇവിടെ പൊട്ടിച്ചത്. പെട്ടി പൊട്ടിച്ച ഉടൻ തന്നെ അവിടെ സോർട്ടിങ് തുടങ്ങിയിരിക്കുകയാണ്. സോർട്ടിങ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവിടെ കൗണ്ടിങ് നടക്കുക. അപ്പോൾ കൗണ്ടിങ് നടന്നാൽ 2 റൗണ്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവർ അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്തു തുടങ്ങും. അപ്പോൾ ഏതായാലും ഇവിടെ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഇനി കുറച്ച് സമയങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ സമയത്തിനുള്ളിൽ നമുക്കിതിൻ്റെ വിധി അറിയാവുന്നതാണ്. ബൂത്ത് നമ്പർ 1 ഓരോ കളർ, ഓരോ തസ്തികയിലേക്കുള്ള പേപ്പറുകൾ ഓരോ കളറിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സോർട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഓരോ കളറിലുള്ള പേപ്പറുകൾ എടുത്തെടുത്തിട്ടാണ് നമ്മൾ സോർട്ട് ചെയ്യുന്നത്. അതിനനുസരിച്ച് അതാത് കളറിലുള്ള വേറെ ബോക്സുകൾ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ബോക്സിലേക്കും ഇത് കൗണ്ട് ചെയ്ത് ഓരോ ബോക്സിലേക്ക് മാറ്റി ആദ്യം സോർട്ട് ചെയ്തിടും. പിന്നീടാണ് കൗണ്ട് ചെയ്യുന്നത്. കൗണ്ട് ചെയ്തതിന് ശേഷം ഇനി അധികം സമയമില്ല, അല്പനിമിഷങ്ങൾക്കകം നമുക്ക് ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന റിസൾട്ട് അറിയുന്നതായിരിക്കും. സോർട്ടിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചയിലേക്ക് കൗണ്ടിങ് തുടങ്ങിയിരിക്കുകയാണ്. ഏതായാലും കുറച്ച് സമയങ്ങൾക്കകം ഇതിൻ്റെ റിസൾട്ട് വിധി വരുന്നതായിരിക്കും. സ്ഥാനാർത്ഥികളാണ് ഇതെല്ലാം. സ്ഥാനാർത്ഥികളല്ലേ? ടെൻഷനുണ്ടോ കൗണ്ടിങ് നടക്കുമ്പോൾ? ടെൻഷനൊന്നുമില്ല, ഹാപ്പിയാണ്. എന്താണ് അവസ്ഥ? ടെൻഷൻ ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ മൊത്തം ടെൻഷൻ കാണുന്നുണ്ടല്ലോ. എന്താണ് അവസ്ഥ? എന്താ പറയാനുള്ള ഈ സമയത്ത്? ടെൻഷൻ
ടെൻഷൻ ഇല്ല. ഇല്ല, എന്താ പറയാനുള്ളത്? ടെൻഷൻ ഇല്ല. ജയിക്കുമോ? ഇവിടെ ആകെ രണ്ട് ആൺകുട്ടികളായിട്ട് സ്ഥാനാർത്ഥികളാകെ 2 പേരാണ്. പറയൂ. ടെൻഷനുണ്ട്. ഓക്കെ, ഇയാൾക്ക് ടെൻഷനുണ്ടോ? ആ 2 പേർക്കും ടെൻഷനുണ്ട്. എന്തായിരിക്കും വിധി എന്നുള്ള അറിയില്ല. അതിൻ്റെ ഒരു ചെറിയൊരു കൗതുകത്തിലാണ് കുട്ടികളുള്ളത്. അടുത്ത സ്ഥാനാർത്ഥി നമ്മൾ ജയിച്ചാലും തോറ്റാലും എനിക്കൊന്നും ടെൻഷനില്ല. ജയിച്ചാലും തോറ്റാലും ടെൻഷനില്ല. ജയിക്കണമെന്ന് ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ട്. ഓക്കെ, അടുത്ത ആള്. ജയിച്ചാലും തോറ്റാലും പ്രശ്നമില്ല, ജയിച്ചാലെങ്കിലും മതി. അല്ലെങ്കിൽ 2ാം സ്ഥാനമെങ്കിലും കിട്ടിയാൽ മതി. അല്ല, 2ാം സ്ഥാനമെങ്കിലും കിട്ടിയാൽ മതി. അങ്ങനെ ടെൻഷനേ ഇല്ല. ടെൻഷനൊന്നും ഇല്ലേ? ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുന്നതാണല്ലോ ഞാൻ കണ്ടത് കൗണ്ടിങ് തുടങ്ങിയതിനു ശേഷം. അത് അറിയാതെ അങ്ങനെ ടെൻഷനേ ഇല്ല. ആണോ? ഓക്കെ, എന്താ പറയാനുള്ളത്? ടെൻഷനുണ്ട്. ഏതായാലും എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആരായിരിക്കും വിജയിച്ചതെന്ന് ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ അറിയും. എങ്ങനെയുണ്ട്? വിജയിക്കും. എന്താ പറയാനുള്ളത്? ജയിച്ചോ? ടെൻഷനുണ്ടോ മനസ്സിൽ? ടെൻഷനുണ്ട്. എന്താണ്? നല്ലോണം. അതല്ല, ഈ തോറ്റാ കരഞ്ഞു പോയോ? ജയിച്ചാ കണ്ണുണ്ട് കണ്ടു വരും. എന്റെ ജീവനോടില്ല, ടെൻഷൻ നല്ലോണം ഉണ്ട്. ജയിച്ചാ കണ്ണുണ്ട് കണ്ടു വരും. തോറ്റാ കരഞ്ഞു പോകും. എന്തിനാ കരയുന്നത്? കരയേണ്ട ആവശ്യമൊന്നുമില്ല. ജയവും തോൽവിയൊന്നും എന്നാലും ടെൻഷനുണ്ട്. ഇത് എണ്ണിക്കുള്ളട അതിനേക്കാൾ കൊണ്ടിരിക്കുന്നുണ്ട്. ആരായിരിക്കും ജയിക്കുമെന്നുള്ള ഇപ്പൊ അറിയും. കേട്ടോ? ടെൻഷൻ അടിക്കണ്ട. എന്താ പറയാനുള്ളത്? ജയിക്കുവോ? ടെൻഷനുണ്ടോ? കൗണ്ട് ചെയ്യുന്ന ഇങ്ങനെ കാണുമ്പോൾ ഒരു ചെറിയൊരു ടെൻഷനൊന്നും ഇല്ല. ഉണ്ട്. ടെൻഷനുണ്ടോ? ജയിക്കുവോ? സംശയമാണോ? അതെന്താ? ഞങ്ങൾക്കൊരു സംശയമാണെന്ന് ജയിക്കുമോ എന്നുള്ളത്. എന്താ പറയാനുള്ളത്? ടെൻഷനുണ്ട്. ഇല്ല. ജയിക്കുവോ? ഇവിടെ ടെൻഷനില്ല. ജയിക്കുവോ? വെല്ലുണ്ട്. ചെറിയൊരു ടെൻഷനുണ്ട്. കേട്ടോ? കുട്ടികളൊക്കെ ഇങ്ങനെ കൗണ്ടിങ് കണ്ടിട്ട് കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ ടെൻഷനായൊക്കെ നിൽക്കുകയാണ്. ചിലർക്ക് തോറ്റാത്താൻ കരഞ്ഞു പോകുന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്കിതിൻ്റെ റിസൾട്ട് അറിയാം. കേട്ടോ? ഓക്കെ, ടെൻഷൻ അടിക്കണ്ട. ഇന്നിപ്പോൾ അറിയും റിസൾട്ട്. നാളൊക്കെ മാറ്റി വയ്ക്കുന്നില്ല. അല്ല, ഇന്ന് ചൂടോടെ. ചൂടോടെ സ്കൂൾ ലീഡർ കിട്ടിയ അപ്പൊ ഇയാൾ നാളെ തന്നെ ഇവിടേക്ക് സ്കൂൾ ലീഡർ ഇവിടേക്ക്. സത്യപ്രതിജ്ഞ ചടങ്ങൊക്കെ ഉണ്ടാവും. സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണം ഏറ്റെടുക്കണ്ടേ? അതൊക്കെ ഉണ്ടാവും. കേട്ടോ? ഹെൽത്ത് അംബാസഡർ എങ്ങനെ ചെയ്യണം? ഹെൽത്ത് അംബാസഡർ എങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തരും. എങ്ങനെയാന്നുള്ളത് ഈ ഇങ്ങനെ കൊടുത്ത് തന്നെ ഓരോന്നായിട്ട് ഈ സെറ്റ് വേറെ കളർ സെറ്റ് ഇത് ഒന്ന് ബോയ്സിൻ്റെത്, ഒന്ന് ഗേൾസിൻ്റെത്. ഈ 4 കളറുകൾ 2ലും ഉണ്ട്. ഓരോ സ്ഥാനത്തേക്കും ഓരോ കളർ. ഓരോ സ്ഥാനാർത്ഥിയുടെയും ഓരോ പോസ്റ്റ് ഉണ്ടല്ലോ, ഓരോ തസ്തിക, അതിൻ്റെ ഓരോ കളറിലായിട്ടാണ്. പെട്ടെന്ന് കൗണ്ട് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, മോൾ കരയുന്നുണ്ടോ? കണ്ണീർ വരുന്നുണ്ടോ? കഴിഞ്ഞ വർഷം ഞങ്ങൾ 4 പിടിയിലാണ്. ജസ്റ്റ് ഒന്ന് ഓട്ടിട്ട് പിന്നെ ബാക്കി അങ്ങനെയൊക്കെ ഏതും പിടിയിലാണ്. അത് ശരി. ഇപ്പോഴത്തെ ഒരു ഇലക്ഷൻ അനുഭവമൊക്കെ എങ്ങനെയുണ്ട്? കരയേണ്ട ആവശ്യമൊന്നുമില്ല. കേട്ടോ? ഏതായാലും നമ്മളിങ്ങനെ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കുക. ഇലക്ഷൻ എന്ന് പറയുന്നത് കൂടുതൽ ഭൂരിപക്ഷം ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണോ അവർ നമ്മുടെ സ്കൂളിൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് ഇതായിട്ടും ഭരണകർത്താക്കളായിട്ട് വരും. ഓരോ പോസ്റ്റിലേക്ക് അവരെയാണ് നിയമിക്കപ്പെടുക. കേട്ടോ? അതന്നെ ജയിച്ചു കഴിഞ്ഞവർ അവരായിരിക്കും സ്കൂൾ നിയന്ത്രിക്കുന്നത്. അവരായിരിക്കും അതിൻ്റെ ഭരണാധികാരികളായിട്ട് വരുന്നത്. സ്പോർട്സ് ക്യാപ്റ്റൻ, പിന്നെ എന്തൊക്കെയാണ്, ബാലസമാജം, സ്കൂൾ ക്യാപ്റ്റൻ, ഹെൽത്ത് അംബാസിഡർ ഒക്കെ ആയിട്ട്. ഓക്കെ, ഇപ്പം എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് എല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയോ? എണ്ണിക്കഴിഞ്ഞാൽ റിസൾട്ട് അറിഞ്ഞാൽ ജയിച്ചാലും തോറ്റാലും ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് പറയണം. ഫീലിങ്സ് ഒന്ന് പറയണം. അതെന്തിനാ? നാണക്കേടായിട്ടോ കാര്യമില്ല. നമ്മൾ ഇത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീലിങ്സ് പറയണം. നിങ്ങൾ വാഗ്ദാനം കൊടുത്താൽ നടത്തണ്ടേ? പിന്നെ നിങ്ങൾ എന്തൊക്കെ വാഗ്ദാനങ്ങളാണോ കൊടുത്തത് അത് നടത്തി കൊടുക്കണം. നിങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങൾ പ്രകാരമാണ് നിങ്ങളെ ആൾക്കാർ വോട്ടിട്ട് ജയിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ ആ വാഗ്ദാനം നടത്തണ്ടേ? ആരാ 2 VT കൊടുക്കുമെന്ന് പറഞ്ഞേ? ആര് ചെയ്യണോ? ആരോ 2 VT ഒക്കെ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ.
കേട്ടോ, നിങ്ങൾ വാഗ്ദാനങ്ങൾ പാലിക്കണം. അപ്പൊ ശരിക്കും പിക്നിക്ക് ആ പിന്നെ ചെയ്യണ്ടേ, നിങ്ങളല്ലേ കൊണ്ടുപോകുന്നു പറഞ്ഞത്. അങ്ങനെ പറഞ്ഞല്ലേ നിങ്ങൾ വോട്ട് മേടിച്ചത്. അപ്പൊ ഹെഡ് മാസ്റ്റർ വിടുങ്ങാനോ? ഹെഡ് മാസ്റ്റർ പെർമിഷൻ നിങ്ങൾ എടുക്കണം. പറഞ്ഞ എന്താണെന്നറിയോ, ഞങ്ങളുടെ കൊടുത്ത വാഗ്ദാനങ്ങൾ ഇനി ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾ ചെയ്യണമെന്ന്. സ്കൂളിലേക്ക് ആ വാഗ്ദാനങ്ങൾ ചെയ്യണം. ഇനി പിക്നിക്കിനൊക്കെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഇനി അത് ഞങ്ങൾ കൊണ്ടുപോകണമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും കൊണ്ടുപോകണം കേട്ടോ. കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കണം. നല്ലോണം ദ്വാരുന്നോ നിന്നോ അവിടേക്ക് പറയും. ദ്വാരുന്നോ നിന്നോ. ഈ കാലം തോറ്റാലും സാരമില്ല, അടുത്താളം വിജയിക്കുവാൻ നിൽക്കണം. ഈ കളം തോറ്റാൽ സാരമില്ല, അടുത്താളം വിജയിക്കാൻ നോക്കുമെന്ന്. ഓക്കെ. റിസൾട്ട് അല്ല, ഫൈനൽ റിസൾട്ട് അല്ല. ഓരോ റൗണ്ടുകളിലാണ് നമ്മൾ റിസൾട്ട് കിട്ടുക. ആദ്യത്തെ റൗണ്ടിൽ വിവരമാണ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. അത് ഓരോ സ്ഥാനാർത്ഥികൾക്കും കിട്ടിയിരിക്കുന്ന വോട്ടിൻ്റെ എണ്ണം പറയും. ഫസ്റ്റ് റൗണ്ടിൽ വെറും 50 വോട്ടുകൾ, ഒന്നാമത്തെ ബൂത്തിലെ 50 വോട്ടുകൾ വീതം എണ്ണിക്കഴിഞ്ഞപ്പോൾ ഓരോ കാറ്റഗറിയിലും ഓരോ സ്ഥാനാർത്ഥിയും കിട്ടിയ വോട്ടിൻ്റെ വിവരമാണ് പറയാൻ പോകുന്നത്. സ്കൂൾ ക്യാപ്റ്റൻ വാജിദ ബീഗം 39, അൻഷിദ ഹംന 5, ഫാത്തിമ ഹംന 4, റിദ മെഹർ 2. ബാലസമാജം അമാന ഹസീൻ 7, നഫീസത്ത് മിസ്രിയ 9, സഹറ റുക്ബിൻ റിയാസ് 31, മൻഹജ മെഹറി 3. സ്പോർട്സ് ദിയാന 41, റിയ ഫാത്തിമ 4, സയാൻ അഹമ്മദ് അലി 1, ഹനീന ഷിഹാബ് 4. ഹെൽത്ത് അംബാസിഡർ ഫാത്തിമ ബീബി 2, റഷിക റജിയ 36, അലീമത്ത് സൈദിയ 7, മുഹമ്മദ് ആത്തിഫ് നൂർ 5. ഇത് ഒരു റൗണ്ട് കഴിഞ്ഞപ്പോഴാണ്. ഇനിയും റൗണ്ടുകൾ ബാക്കിയുണ്ട്. എല്ലാം കഴിഞ്ഞാൽ മാത്രമേ ആര് വിജയിച്ചു എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. അതിപ്പോൾ കൊടുക്കും. നിങ്ങൾ ഇയാൾക്കൂടെ അയാളെ ചെക്കാൻ കൂടെ റൗണ്ട് 3 പോലോ അനുസരിച്ച് നിങ്ങൾ റെഡിയാക്കിച്ചാ കരയണേ. ഇത് കരയുമില്ല, ഇത് തമാശ ലക്ഷം തരാ. ഇതാരും കരയിൻ്റെ അവിടെ കരയണേ. ഇനി റൗണ്ട് എത്ര ഉണ്ട്? നമ്മൾ റൗണ്ടിൽ ഇനിയും കാരണം റൗണ്ടിൻ്റെ അതെ 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 അതെ. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിരിക്കുക. എന്താണ് പറയാനുള്ളത്? ഇതാ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ലേ? എന്താ പറയാനുള്ളത്? ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് സങ്കടമാ? ഇനിയും റൗണ്ടുണ്ട്, സങ്കടപ്പെടണ്ട കേട്ടോ. ഇനിയും ഒരുപാട് റൗണ്ടുകൾ കിടക്കുന്നുണ്ട്. 2ാം സ്ഥാനം കിട്ടും. 2ാം സ്ഥാനം കിട്ടും. ഏത് 2ാം സ്ഥാനം? 2ാം സ്ഥാനം കിട്ടുമോ? ജയിക്കുമെന്ന് വിചാരിക്കണ്ട. എവിടെ ജയിക്കുമെന്ന് വിചാരിക്കണ്ട. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ
പറഞ്ഞോ. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞാൽ അത്ര ഉറപ്പില്ല, സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞാൽ ജയിക്കാന്ന് വിചാരിക്കും. ഫസ്റ്റ് റൗണ്ട് അത് നോക്കണ്ട, റൗണ്ട് ഇനിയും ബാക്കിയുണ്ട്. ഓക്കെ, അടുത്താണ് എന്താ പറയാനുള്ളത്? ഇല്ല. ഏത് എന്താ പറയാനുള്ളത്? നല്ല ഹരമുണ്ട്, ഇനിയും റൗണ്ട് ബാക്കിയുണ്ട് കേട്ടോ. എന്താ പറയാനുള്ളത്? കൈതാത്ത് പറയൂ. ഹരമുണ്ട്. ഫസ്റ്റ് റൗണ്ടാണ് കഴിഞ്ഞത്, എങ്ങനെയുണ്ട് റിസൾട്ട്? 4-4. രസമുണ്ട്. പ്രതീക്ഷ ഉണ്ടോ ജയിക്കുമെന്ന്? ഓക്കെ, എങ്ങനെയാണ് ഹരമുണ്ട്. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെ പ്രതീക്ഷ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അടുത്താൾ പ്രതീക്ഷ ഉണ്ടോ ജയിക്കുമെന്നുള്ള? ഉണ്ട്. അടുത്താൾ ഏത് ജയിക്കുവോ? ഓക്കെ, അടുത്താൾ ഏത് പറയാൻ കേൾക്കുന്നില്ല. എങ്ങനെ രണ്ട് ബോയ്സ് അവിടെ ഇങ്ങോട്ട് വാ. എങ്ങനെയാണ് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ എന്താ പറയാനുള്ളത്? ഫസ്റ്റ് റൗണ്ടിൽ 5 മാർക്കാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ലാസ്റ്റ് റൗണ്ടിൽ മാർക്ക് കിട്ടുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയാണ്. അടുത്ത ഇങ്ങോട്ട് വാ. എന്താ പറയാനുള്ളത്? എത്ര? 1 കിട്ടിയത്. ഇനി റൗണ്ട് ബാക്കിയുണ്ട്. ഫസ്റ്റ് റൗണ്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനി ബാക്കിയുണ്ട് റൗണ്ട്. ഗേൾസിന്റെ ബൂത്ത് നമ്പർ 2 എല്ലാ വോട്ടുകളും എണ്ണിക്കഴിഞ്ഞു അല്ലേ? എല്ലാ വോട്ടുകളും എണ്ണിക്കഴിഞ്ഞപ്പോൾ ഓരോ കാറ്റഗറിയിലും പെട്ട സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണമാണ് നമ്മളിവിടെ അറിയിക്കുന്നത്. സ്കൂൾ ക്യാപ്റ്റൻ വാജിദ ബീഗം 71, അൻഷിറ ഹംന 20, ഫാത്തിമ ഹംന 11, അബൈദ മെഹർ 14. വാജിദ ബീഗം 71, അൻഷിറ ഹംന 20, ഫാത്തിമ ഹംന 11, അബൈദ മെഹർ 14. ബാലസമാജം അംന ഹസീൻ 18, നഫീസത്തുൽ മിസ്രിയ 21, സഹറ ബിൻ റുക്കിൻ 64, മൻഹായിസ മെഹർ 12. ബാലസമാജം അംന ഹസീൻ 18, നഫീസത്തുൽ മിസ്രിയ 21, സഹറ ബിൻ റുക്കിൻ 64, മൻഹായിസ മെഹർ 12. സ്പോർട്സ് ക്യാപ്റ്റൻ ദിയാന ഉപ്പി 95, റിയ ഫാത്തിമ 10, ദയാൻ അഹമ്മദ് 3, അനീന ഷഹാബ് 8. ദിയാന ഉപ്പി 95, റിയ ഫാത്തിമ 10, ദയാൻ അഹമ്മദ് 3, അനീന ഷഹാബ് 8. ഹെൽത്ത് അംബാസിഡർ ഫാത്തിമ ബീവി 3, റഷീഖ റജിയ 86, അലീമത്ത് സൈദിയ 18, മുഹമ്മദ് ആസിഫ് നൂർ 9. ഫാത്തിമ ബീബി 3, റഷീഖ റജിയ 86, അലീമത്ത് സൈദിയ 18, മുഹമ്മദ് ആസിഫ് നൂർ 9. ഇനിയും 3-4 റൗണ്ടുകൾ ബാക്കിയുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വിജയികൾ ആരെന്ന് തീരുമാനിക്കാൻ കഴിയുള്ളൂ. അതുവരെയും കാത്തിരിക്കുക, ക്ഷമിച്ചിരിക്കുക. ഇപ്പോഴത്തെ രണ്ടാമത്തെ റൗണ്ട് കയ്യിൽ ഇനി പറയാനുണ്ട്. സങ്കടമാ? ഫസ്റ്റ് കിട്ടിയതിനേക്കാളും ഇപ്പൊ ചാലുണ്ട്. ഓക്കെ, എന്താണ് ഫസ്റ്റ് കിട്ടിയ 4 ഇപ്പൊ കിട്ടിയ 8. ഫസ്റ്റ് കിട്ടിയ 4 ഇപ്പൊ കിട്ടിയ 8. എങ്ങനെയുണ്ട്? ഇപ്പൊ കിട്ടിയ മാർക്ക് ഏകദേശം സൂപ്പർ. ഇപ്പൊ കിട്ടിയ മാർക്ക് ഏകദേശം സൂപ്പർ. അങ്ങനെ റിസൾട്ട് മാറി വരും. അരം കൊണ്ട് അടുത്താൻ കൂടി വന്നിട്ട് ഫുള്ളായിട്ട് പറയാ. ഇനി അടുത്ത ആൾ എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ലേ? അടുത്ത ആൾ അപ്പനെ കിട്ടിയതിനെക്കാട്ടും കൂടുതൽ. ഇനി അടുത്ത ആൾ 2ാം സ്ഥാനം കിട്ടി. കിട്ടും. അടുത്ത 1ാം സ്ഥാനം കിട്ടും. അടുത്ത പിടിയില്ല. അടുത്ത ആൾ ഇപ്പത്തില് സാമിസ് ഇരട്ടെ 2. അടുത്ത കിട്ടുമെന്ന് വിചാരിക്കില്ല. ഓക്കെ, വെരി ഗുഡ്. അടുത്ത് ആരുണ്ടാ? ഇനി ആരും ഉണ്ടാ? അടുത്ത്
കുഴപ്പമില്ല ഏ കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ, ഞാനുണ്ടാ ബാക്കി അതാ എന്താ പറയാനുള്ളത്? സന്തോഷം ഹാപ്പി ഏത് ഹാപ്പി ഹാപ്പിയാണ്? ഓക്കെ, വെരി ഗുഡ്. ഹാപ്പി ആയിരിക്കുക. ഇനിയും റിസൾട്ട് കിട്ടാൻ ബാക്കിയുണ്ട്. ഇനി ആരും ഉണ്ടാ? എന്താ പറയാനുള്ളത്? ഈ പറയാൻ പാടില്ല ജയിപ്പിച്ചുനാ കഴിഞ്ഞാലേ. ഓക്കെ, രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ എന്താണ് പറയാനുള്ളത്? ഇപ്പൊ 9 വോട്ടാണ് എനിക്ക് കിട്ടിയത്. ഇപ്പൊ 9 വോട്ടാണ് എനിക്ക് കിട്ടിയത്. ഇനി ജയിക്കുവാൻ അത്ര പ്രതീക്ഷയില്ല. പ്രതീക്ഷ കൈവിടരുത്. അവസാന നിമിഷം വരെ പ്രതീക്ഷ കൈവിടാൻ പാടില്ല കേട്ടോ. ഏത് സമയത്തും റിസൾട്ട് മാറി മറിയാം. ഓക്കെ, എന്താണ് പറയാനുള്ളത്? 3 മാർക്ക് 3 മാർക്ക് 3ആണോ? ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. പ്രതീക്ഷ കൈവിടരുത്. തെരഞ്ഞെടുപ്പിന്റെ വിധിയുടെ അവസാന നിമിഷങ്ങളിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. നമ്മൾ പോൾ ചെയ്ത എല്ലാ വോട്ടുകളും എണ്ണിക്കഴിഞ്ഞപ്പോൾ ഓരോ സ്ഥാനാർത്ഥികൾക്കും കിട്ടിയ വോട്ടുകളുടെ എണ്ണമാണ്, വിവരമാണ് നമ്മൾ അനൗൺസ്മെന്റ് ചെയ്യുന്നത്. സ്കൂൾ ക്യാപ്റ്റൻ വാജിദ ബീഗം. അങ്ങനെ ഏതിന് വോട്ടിന്റെ എണ്ണം പറഞ്ഞില്ലല്ലോ. സ്കൂൾ ക്യാപ്റ്റൻ കാറ്റഗറിയിൽ മത്സരിച്ച വാജിദ ബീഗം ബൂത്ത് നമ്പർ 1 ബോയ്സിൻ്റെതിൽ 55 വോട്ടുകളും ബൂത്ത് നമ്പർ 2 ഗേൾസിൻ്റെതിൽ 71 വോട്ടുകളും കിട്ടി. ആകെ 126 വോട്ടുകൾ വാജിദ ബീഗം നേടിയിട്ടുണ്ട്. അൻഷിദാംന ബൂത്ത് 1 ബോയ്സിൻ്റെത് കാറ്റഗറി ബൂത്തിലെ 30 വോട്ടുകളും ബൂത്ത് 2 ഗേൾസ് ബൂത്തിലെ 20 വോട്ടുകളും, അങ്ങനെ ആകെ അൻഷിദ അമ്മയ്ക്ക് 50 വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ഫാത്തിമ ഹംന ബൂത്ത് നമ്പർ 1 ബോയ്സിന്റെ ബൂത്തിലെ 14 വോട്ടുകളും ബൂത്ത് നമ്പർ 2 ഗേൾസിൻ്റെതില് 11 വോട്ടുകളും, അങ്ങനെ ഫാത്തിമ ഹംനയ്ക്ക് 25 വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. റിദ മെഹർ ബൂത്ത് നമ്പർ 1 ബോയ്സിന്റെ ബൂത്തിലെ 27 വോട്ടുകളും ബൂത്ത് നമ്പർ 2 ഗേൾസിന്റെ ബൂത്തിലെ 14 വോട്ടുകളും, അങ്ങനെ റിദ മെഹക്ക് ആകെ 41 വോട്ടുകൾ നേടിയിട്ടുണ്ട്. ബാലസമാജം അംന അമാന ഹസീൻ ബൂത്ത് നമ്പർ 1 ബോയ്സിന്റെ ബൂത്തിലെ 57 വോട്ടുകളും ബൂത്ത് നമ്പർ 2 ഗേൾസിന്റെ ബൂത്തിലെ 18 വോട്ടുകളും, അങ്ങനെ അമാന ഹസീൻ ആകെ 75 വോട്ടുകൾ നേടിയിട്ടുണ്ട്. നഫീസത്തുൽ മിസ്രിയ ബൂത്ത് നമ്പർ 1 ബോയ്സിന്റെ ബൂത്തിലെ 33 വോട്ടുകളും ഗേൾസിന്റെ ബൂത്ത് നമ്പർ 2 21 വോട്ടുകളും, അങ്ങനെ നഫീസത്തുൽ മിസ്രിയ ആകെ 54 വോട്ടുകൾ നേടിയിട്ടുണ്ട്. ബൂത്ത് നമ്പർ 1 ബോയ്സിന്റെ ബൂത്തിലെ 28 വോട്ടുകളും ഗേൾസിന്റെ ബൂത്തിലെ 64 വോട്ടുകളും, അങ്ങനെ ജഹ്റാബിന്നൊക്കെ ആകെ 92 വോട്ടുകൾ നേടിയിട്ടുണ്ട്. മൻഹായിജ മെഹറീൻ ബൂത്ത് നമ്പർ 1 ബോയ്സിന്റെ ബൂത്തിൽ 8 വോട്ടുകളും ബൂത്ത് നമ്പർ 2 ഗേൾസിന്റെ ബൂത്തിൽ 12 വോട്ടുകളും, അങ്ങനെ മൻഹായിജ മെഹറീൻ ആകെ 20 വോട്ടുകൾ നേടിയിട്ടുണ്ട്. 20 സ്പോർട്സ് ക്യാപ്റ്റൻ സ്ഥാനത്തിൽ മത്സരിച്ച ധ്യാന ഉപ്പി ബൂത്ത് നമ്പർ 1 ബോയ്സിൻ്റെതിലെ 35 വോട്ടുകളും ഗേൾസിൻ്റെതിലെ 95 വോട്ടുകളും, ആകെ 130 വോട്ടുകൾ നേടിയിട്ടുണ്ട്. റിയ ഫാത്തിമ ബോയ്സിന്റെ ബൂത്ത് നമ്പർ 1 9 വോട്ടുകളും ഗേൾസിന്റെ ബൂത്ത് നമ്പർ 2 10 വോട്ടുകളും, അങ്ങനെ റിയ ഫാത്തിമ ആകെ 19 വോട്ടുകൾ നേടിയിട്ടുണ്ട്. റിയ ഫാത്തിമ. ജയാൻ അഹമ്മദ് ബൂത്ത് നമ്പർ 1 ബോയ്സിന്റെ ബൂത്തിലെ 72 വോട്ടുകളും ഗേൾസിന്റെ ബൂത്തിൽ 3 വോട്ടുകളും നേടി. ആകെ ജയാൻ അഹമ്മദ് അലി 75 വോട്ടുകൾ നേടിയിട്ടുണ്ട്. ജയാൻ അഹമ്മദ്. അനീന ഷിഹാബ്
ബോയ്സിന്റെ ബൂത്ത് നമ്പർ 1-ൽ 11 വോട്ടുകളും ഗേൾസിന്റെ ബൂത്ത് നമ്പർ 2-ലെ 8 വോട്ടുകളും ആകെ അനീന ഷെയ 19 വോട്ടുകൾ നേടിയിട്ടുണ്ട്. ഹെൽത്ത് അംബാസിഡർ കാറ്റഗറിയിൽ അത് നല്ലൊരു മത്സരമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഫാത്തിമ ബീബി ബൂത്ത് നമ്പർ 1 ബോയ്സിന്റെ ബൂത്തിൽ 8 വോട്ടുകളും ബൂത്ത് നമ്പർ 2 ഗേൾസിന്റെ ബൂത്തിൽ 3 വോട്ടുകളും അങ്ങനെ ഫാത്തിമ ബീബി 11 വോട്ടുകൾ നേടിയിട്ടുണ്ട്. റഷീക റജിയ ബൂത്ത് നമ്പർ 1-ൽ 18 വോട്ടുകളും ബൂത്ത് നമ്പർ 2-ൽ 86 വോട്ടുകൾ അങ്ങനെ റഷീക റജിയ ആകെ 104 വോട്ടുകൾ നേടിയിട്ടുണ്ട്. അലിമത്ത് സരിയ ബൂത്ത് നമ്പർ 1-ൽ 5 വോട്ടുകളും ബൂത്ത് നമ്പർ 2-ൽ 18 വോട്ടുകളും അലിമത്ത് സരിയയ്ക്ക് അങ്ങനെ ആകെ 23 വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. മുഹമ്മദ് ആത്തിഫ് നൂർ ബൂത്ത് നമ്പർ 1-ൽ 95 വോട്ടുകളും ബൂത്ത് നമ്പർ 2-ൽ 9 വോട്ടുകളും ആകെ 104 വോട്ടുകൾ നേടിയിട്ടുണ്ട്. അവസാനം ഹെൽത്ത് അംബാസിഡറിൽ 2 പേർക്ക് ഒരേ വോട്ട് കിട്ടിയിട്ടുണ്ട്. 104 വോട്ടുകൾ വീതം 2 പേർ കിട്ടിയിട്ടുണ്ട്. റഷീക റജിയ, മുഹമ്മദ് ആത്തിഫ് നൂർ. എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പറയാനുണ്ടോ? എന്നാ ബാക്കി പറയട്ടെ. അവസാനത്തെ അനൗൺസ്മെന്റ് നമുക്ക് സ്കൂൾ ക്യാപ്റ്റൻ തസ്തികയിലേക്ക് നടന്ന മത്സരത്തിൽ ആരാ ജയിച്ചത്? വാജിദ ബീഗം 126 വോട്ടുകൾ നേടി 1ാം സ്ഥാനം നേടി. 2ാം സ്ഥാനമാർക്കാണ് അൻഷിദ 50 വോട്ടുകളോടെ 2ാം സ്ഥാനം നേടി. ബാലസമാജം സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി തസ്തികയിലേക്ക് നടന്ന മത്സരത്തിലെ ജഹറ റുക്കിൻ ബിൻ റിയാസ് 92 വോട്ടുകളോടെ 1ാം സ്ഥാനം നേടി. സെക്രട്ടറി സ്ഥാനം നേടിയിരിക്കുന്നു ജഹറ റുക്കിൻ ബിൻ റിയാസ്. കാണട്ടെ ചിരിക്കട്ടെ അമാന ഹസീൻ 75 വോട്ടുകളോടെ 2ാം സ്ഥാനം നേടി ജോയിന്റ് സെക്രട്ടറി സ്ഥാനം കരസ്ഥമാക്കി. കൈയും കാലം പൊക്കി ഒന്ന് ആഘോഷിക്കട്ടെ. ഇങ്ങനെ കാണട്ടെ എല്ലാവരും. സ്പോർട്സ് ക്യാപ്റ്റൻ നടന്ന് ഡിയാന ഒപ്പി എത്ര വോട്ട് നേടി? 130 വോട്ടുകളോടെ ഡിയാന ഒപ്പി സ്പോർട്സ് ക്യാപ്റ്റൻ സ്ഥാനം നിലനിർത്തിയിരിക്കുന്നു. സ്പോർട്സ് 2ാം സ്ഥാനം ഉണ്ടോ? 2 വീട്ടിൽ കൊടുക്കാൻ ചെല്ലിയാണോ? സ്പോർട്സ് ക്യാപ്റ്റനായി നമ്മള് ഡിയാന ഓപ്പിയെ, അതിന്റെ സ്പോർട്സിന്റെ തന്നെ വൈസ് ക്യാപ്റ്റനായി സയാൻ അഹമ്മദ് അലി 75 വോട്ടുകളോടെ അത് നമ്മള് തീരുമാനിച്ചു. നിങ്ങൾ തീരുമാനിച്ചതാണ്, ഞങ്ങൾ തീരുമാനിച്ചതല്ല, നിങ്ങൾ തീരുമാനിച്ചതാണ്. ഇനി ഹെൽത്ത് അംബാസിഡറിൽ 104 വോട്ടുകൾ നേടി 2 ആളും ഹെൽത്ത് അംബാസിഡർ സ്ഥാനം അത് പിടിച്ചെടുത്തിരിക്കുന്നു, നിലനിർത്തിയിരിക്കുന്നു. അതെന്താണെന്നറിയോ? അതൊരു നല്ല കാര്യമാണ്. കാരണം എന്താണ്? ഹെൽത്ത് അംബാസിഡറാണ്. ഇപ്പോൾ 2 ടീമുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എന്താണ്? അതിനോടൊരു പ്രത്യേക താല്പര്യം നമുക്ക് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? കാത്തു സൂക്ഷിക്കണം, നിലനിർത്തി പോകണം. അപ്പോൾ മുഹമ്മദ് ആത്തിഫ് നൂറിനെയും റഷീക റജിയ 2 പേരെയും 104 വോട്ടുകൾ നേടി. അവർ 2 പേരും നമ്മൾ ഹെൽത്ത് അംബാസിഡർമാരായി നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നു. ഇപ്പൊ പറഞ്ഞോ, ജയിച്ചില്ലേ? എന്താ ഇപ്പൊ പറയാനുള്ളത്? വോട്ടിട്ട ആൾക്കാരോട് എന്താ പറയാനുള്ളത്? പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കുവോ? എന്താ പറയാനുള്ളത്? വോട്ടിട്ടവരോടൊന്ന് പറയാനില്ലേ നീ ജയിച്ചു കിട്ടിയപ്പോ? എന്താ പറയാനുള്ളത്? അവക്ക് ചൊല്ലിയെല്ലാം കൊടുക്കും. ചൊല്ലിയ കൊടുക്കും. ഓക്കെ. എങ്ങനെയാ തോൽക്കൂന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, ഇപ്പൊ എന്തായി?
ജയിച്ചല്ലോ. ഞാൻ പറഞ്ഞില്ലേ റൗണ്ട് ബാക്കിയുണ്ട് പേടിക്കാനില്ല എന്ന് പറഞ്ഞില്ലേ? എന്തുകൊണ്ട് ഈ നിമിഷത്തിൽ എന്താ പറയാനുള്ളത്? രണ്ട് വീട്ടി ഒരു ദിവസം രണ്ട് വീട്ടി കൊടുക്കണ്ട. ഒരു ദിവസം രണ്ട് വീട്ടിൽ എല്ലാവർക്കും കൊടുക്കുമോ? ഒരു ദിവസം രണ്ട് വീട്ടിൽ എല്ലാവർക്കും കൊടുക്കുമ്പോൾ ജയിച്ചോ. ഓക്കെ, അടുത്ത രണ്ട് വീട്ടിൽ ഞാൻ നോക്കുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നു. പിന്നെ ലാസ്റ്റ് റൗണ്ടിലാണ് എനിക്ക് 104 വോട്ട് കിട്ടിയെന്ന് എനിക്കറിഞ്ഞ് വിജയിച്ചത് എന്നറിഞ്ഞത്. സന്തോഷമുണ്ടല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ലാസ്റ്റ് റൗണ്ടിൽ വരെ വെയിറ്റ് ചെയ്യുക. നമ്മൾ ഒറ്റയടിക്ക് തോൽക്കുമെന്ന് നമുക്ക് ലാസ്റ്റ് നിമിഷം വരെ ഒരു പ്രതീക്ഷ വേണം. പ്രതീക്ഷ കൈവിടാൻ പാടില്ല. ഓക്കെ, എന്താ പറയാനുള്ളത്? കാര്യമായിട്ടൊന്നുമില്ല. എന്നിട്ട് ജയിപ്പിച്ച് കഴിഞ്ഞാൽ മറ്റേ ജയിപ്പിച്ച വോട്ടേഴ്സിനോട് എന്തെങ്കിലും പറയണ്ടേ? ജയിപ്പിച്ച വോട്ടേഴ്സിന് നന്ദിയോ കാര്യങ്ങളോ ഒന്നും പറയാനില്ലേ? പറയാനുണ്ട്. നന്ദി. എന്തൊക്കെ ചെയ്തു കൊടുക്കും ഇനി അവർക്ക്? അങ്ങനെയൊന്നുമില്ല. അടുത്ത ആൾ സന്തോഷം. സന്തോഷം. എന്താ പറയാനുള്ളത് ഇനി? അങ്ങനെ പറയണ്ട. ജയിച്ചില്ലേ? ഇനി ഇതിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? വോട്ടേഴ്സിന് നിങ്ങൾക്ക് വോട്ട് ചെയ്തവർക്ക് നന്ദിയൊന്നും പറയാനില്ലേ? നന്ദി. നന്ദി. ഇപ്പോൾ ആടെ ഡൗൺ ആയല്ലോ ആള്. ഇപ്പോൾ നേരത്തെ തുടക്കത്തുള്ളതൊന്നും ഇല്ലല്ലോ, ജയിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ഡൗൺ ആയല്ലോ. ഓക്കെ, അടുത്ത എന്താ പറയാനുള്ളത്? സന്തോഷം. സന്തോഷം. നേരത്തെ ജയിക്കുമെന്ന് അറിയാമായിരുന്നോ? പ്രതീക്ഷ ഉണ്ടായിരുന്നോ? നേരത്തെ പ്രതീക്ഷ പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, അടുത്ത താങ്ക് യു ഫോർ വോട്ടിംഗ് മീ. വേറെ ഒരു ഭയങ്കര സങ്കടം പോലെയൊക്കെ കണ്ടു. പ്രതീക്ഷിച്ചില്ലായിരുന്നോ ജയിക്കുന്നുള്ളത്? ജയിച്ചപ്പോൾ സങ്കടമായോ? ഇല്ല. ഒരു ആനന്ദ കണ്ണീർ വന്നോ? സന്തോഷത്തിന്റെ കണ്ണീർ ഇല്ല? വോട്ടേഴ്സിനോട് എന്താ പറയാനുണ്ടോ? വോട്ടിട്ട ആൾക്കാരോട് താങ്ക് യു. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മുടെ കൗണ്ടിംഗ് ഒക്കെ കഴിഞ്ഞു, വിജയികളെ പ്രഖ്യാപിച്ചു. ഇനി അടുത്ത സ്കൂളിലെ ഭരണാധികാരികൾ ഭരിക്കുന്നവർ അവരായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും പല രീതിയിലും നമ്മൾ ഓരോരുത്തരെ കൊണ്ടും അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയും ഈ വീഡിയോ കുറച്ച് ലോങ് ആയി. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഒരു ഇലക്ഷൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ സ്കൂളിലെ കുട്ടികൾക്ക് ഈ ഒരു പ്രായത്തിൽ തന്നെ ലഭിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ഒരു ഇലക്ഷൻ നമ്മുടെ സാധാരണ ജനറൽ ഇലക്ഷൻ്റെ ഒരു രൂപത്തിലേക്ക് ഞങ്ങൾ ബാലറ്റ് പെട്ടി ഉപയോഗിച്ചുകൊണ്ട് പഴയ രീതിയിലുള്ള ഇലക്ഷനാണ് ഇവിടെ സംഘടിപ്പിച്ചത്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ ജനറൽ ഇലക്ഷനെ സാമ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഇലക്ഷൻ നടന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.